സംഭവിക്കുകയില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ. ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തൊന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതല്ലാത്ത മറ്റൊന്നും നമുക്ക് ബാധിക്കുകയില്ല. കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ജോർജ് ബുഷിനല്ല, കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം മൻമോഹൻ സിംഗിനല്ല, കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ലാൽ കൃഷ്ണ അദ്വാനിക്കല്ല, കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ഉമാഭാരതിക്കോ ജയലളിതയ്ക്കോ അല്ല, കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം കരുണാനിധിക്കല്ല, കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ലോകത്തൊരു ശക്തിക്കുമല്ല. ആറ്റം ബോംബ് കൊണ്ടമ്മാനമാടുന്ന അമേരിക്കക്കാരനും കാര്യങ്ങൾ തീരുമാനിക്കാൻ അധികാരമില്ല. കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുവാണ് നമ്മുടെ സംരക്ഷകൻ, അവനാണ് നമ്മുടെ നായകൻ, അവനാണ് നമ്മുടെ കാര്യങ്ങളുടെ സംവിധായകൻ. അതുകൊണ്ട് സത്യവിശ്വാസികൾ അല്ലാഹുവിൽ പരമേൽപ്പിച്ചു കൊള്ളട്ടെ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകമാനം അൽഹംദുലില്ലാ ഞാൻ തുടർന്നു വരുന്ന ഒരു കാര്യമാണ്. എൻ്റെ പടച്ചോനെ അല്ലാതെ വേറെ ആരെയും ഞാൻ പേടിക്കൂല. ഇന്നും അസാമിലും ഭിവണ്ടിയിലും ഗുജറാത്തിലും ജംഷഡ്പൂരിലും ഗോഹട്ടിയിലും വാരാണസിയിലും അയോധ്യയിലും ഒക്കെ വെട്ടിമുറിക്കപ്പെട്ട നിരപരാധികളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞതുകൊണ്ട് രാജ്യത്ത് കലാപമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് പറഞ്ഞ് എന്നെ പിടിച്ച് അകത്ത് പൂട്ടിയിട്ടിരിക്കുമ്പോഴും ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ ആയിരങ്ങളെ പച്ച ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ചും പെട്രോൾ ഒഴിച്ചും കത്തിച്ച് ചാമ്പലാക്കി 3 വയസ്സും 5 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളുടെ ഗുഹ്യസ്ഥാനത്തേക്ക് പെട്രോൾ അടിച്ചു കയറ്റിയിട്ട് തീച്ചട്ടിക്കൊള്ളി ഇറച്ചു വെച്ച് കത്തിച്ചിട്ട് പൊട്ടിത്തെറിക്കുന്നത് കണ്ട് കൈകൊട്ടി പൊട്ടിച്ചിരിച്ചു. 100 കണക്കിന് നിരപരാധികളായ സഹോദരിമാരെ മാനഭംഗപ്പെടുത്തി. അവർ മറ്റു പലരുടെയും കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കേണ്ട ഗതികേട് വന്നു. ഇതൊന്നും ഞാൻ കുഴപ്പമുണ്ടാക്കിയതുകൊണ്ടല്ല, ഞാൻ കലാപത്തിന് ആഹ്വാനം ചെയ്തതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞതുകൊണ്ടല്ല. ഇപ്പോൾ ഒറീസയിൽ കത്തുന്നതും ഞാൻ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടാണോ? ഞാൻ പറഞ്ഞതുകൊണ്ടാണോ ഗുജറാത്തിൽ പ്രശ്നം ഉണ്ടായത്? അപ്പൊ അതൊന്നും ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. കടന്നാൽ വിഷയം വേറൊരു ഭാഗത്തേക്ക് പോകും. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുന്നവരുടെ മുന്നിൽ, ഇസ്ലാമിനെ തെറ്റായി ചിത്രീകരിക്കുന്നവരുടെ മുന്നിൽ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ആരോ ചെയ്ത പാതകത്തിന്റെ പേരിൽ 0.5% പോലും ബന്ധമില്ലാത്ത പിഞ്ചുകുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാര് കുട്ടികളെ, 16 വയസ്സും 18 വയസ്സുമുള്ള മക്കളെ അകാരണമായി കടന്നു കയറി വെടിവെച്ചു കൊല്ലുകയും പിടിച്ചിറക്കി പുറത്തു കൊണ്ടുവന്നിട്ട് അവരപകടകാരികളാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുഖം മറയ്ക്കുന്നു എന്ന പേരിൽ എത്ര ഗംഭീരമായ നാടകങ്ങളാണ് നടക്കുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാലോചിക്കണം. ഡൽഹിയിൽ നടന്ന് ജാമിയ നഗറിൽ പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന കുട്ടികളുടെ തലയിലൂടെ കറുത്ത തുണിയിടാമായിരുന്നു, ചുവപ്പ് തുണിയിടാമായിരുന്നു, വെള്ളത്തുണിയിടാമായിരുന്നു. പക്ഷേ മക്കാ മുക്കറമയിലെ ഇമാം തലയിടുന്നത് മുതൽ തിരുവനന്തപുരത്തെ പാളയംപള്ളിയിലെ ഇമാമു വരെയും ഡൽഹി ജുമാ മസ്ജിദിലെ ഇമാമും ഇടാറുള്ള ഷാള്, ആ ഷാൾ ആ കുഞ്ഞുങ്ങളുടെ തലയിലിട്ട് കൊടുത്തു. എന്തിനാ? ഇസ്ലാമിന്റെ പ്രതീകങ്ങൾ മുസ്ലിങ്ങളാന്ന് മാത്രം അറിയിച്ചാ പോരാ, ഇവർ ഇസ്ലാമിന്റെ ജ്വലിക്കുന്ന ഉദാഹരണങ്ങളാ, ഇവരാണ് കുഴപ്പമുണ്ടാക്കിയത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ നാം പത്രങ്ങളിലൂടെ ഒക്കെ വായിക്കുന്നു, ആ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല. കുഴപ്പമുണ്ടാക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ബോംബ് സംസ്കാരം ഇസ്ലാമിൻ്റെതല്ല എന്ന് അടിവരയിട്ട് ഞാൻ പറയുകയാ. ഇവിടെ എന്റെ സഹോദരന്മാരെ മുമ്പിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, കോയമ്പത്തൂരിന്റെ കേസാദ്യം നടത്തിയ കോടതിയിലെ ജഡ്ജി ഉത്തരാപതിയുടെ അടുക്കലും ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞതാ, ബോംബ് സംസ്കാരം ഇസ്ലാമിന്റെ സംസ്കാരമല്ല എന്ന്. കാരണം അയാൾ എന്റെ ആദ്യത്തെ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ, ആദ്യത്തെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് അയാൾ പറഞ്ഞത്, ബോംബ് കൾച്ചർ ഈസ് ഇൻഹെറന്റ് ഇൻ ഹിം, ഇയാളിൽ ബോംബ് സംസ്കാരം അന്തർലീനമാണ്. കാരണം പറഞ്ഞത്, ബോംബാക്രമണത്തിൽ ഇയാളുടെ ഒരു കാല് പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇയാളിൽ ബോംബ് സംസ്കാരം അന്തർലീനമാണ്, അതുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. അൽഹംദുലില്ലാ, അന്ന് ഞാൻ അയാളുടെ മുഖത്തേക്ക് അൽഹംദുലില്ലാ പറഞ്ഞ് തന്നെ ഞാൻ പറയുകയാണ്. അതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ എങ്കിലും ആ സന്ദർഭത്തിൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അയാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നടന്നു പോകുമ്പോൾ ആരെങ്കിലും നിങ്ങളെ ഒരു ബോംബെറിഞ്ഞാൽ, അതുകൊണ്ട് നിങ്ങളുടെ ഒരു കൈ നഷ്ടപ്പെട്ടു പോയാൽ, നിങ്ങൾ ഒറ്റക്കയ്യനായി ജീവിക്കേണ്ടി വന്നാൽ, മിസ്റ്റർ തനികാചലത്തിൽ ബോംബ് കൾച്ചർ അന്തർലീനമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാകുമോ? അതുപോലെയല്ലേ നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞത്, എന്നെ ശത്രുക്കൾ ബോംബെറിഞ്ഞ് എന്റെ വലതുകാല് നഷ്ടപ്പെടുത്തി, ഒറ്റക്കാലിൽ ഞാൻ ജീവിക്കുമ്പോൾ ശത്രുക്കളുടെ ബോംബാക്രമണത്തിൽ വലതുകാല് നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളെപ്പറ്റി ബോംബ് കൾച്ചർ അയാളിൽ അന്തർലീനമാണ് എന്ന് നിങ്ങൾ വിധി എഴുതി വെച്ചാൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,